ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം ഒരുപക്ഷെ വളരെ പ്ലാൻഡായി വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വളരെ തന്ത്രപ്രധാനമായ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. ഫ്രാൻസ് എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഈ ഒരു ആക്രമണവും അതിന്റെ പശ്ചാത്തലവും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു വെള്ളിയാഴ്ച 13-ാം തീയതി വെള്ളിയാഴ്ചയാണല്ലോ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനൊരു പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം ഇത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ആണ് എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഫ്രാൻസിനെതിരായിട്ട് മുമ്പും ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞതുപോലെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർട്ടൂൺ വരച്ചതിന്റെ കേസ് നമുക്കറിയാം. അത് മാത്രമല്ല, ഫ്രാൻസ് അമേരിക്കയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ ഇപ്പോൾ ഇതെന്താണ് ഇതിനുണ്ടായ കാരണം ഇപ്പോഴുണ്ടായെന്ന് അറിയില്ല എങ്കിൽ പോലും ഇത് ISIS-ന്റെ ആകാം, അല്ലെങ്കിൽ അൽഖയ്ദയുടെ ആകാം. ഇതെല്ലാം ഫ്രാൻസിനെതിരായിട്ട് അങ്ങനെ ഉയർന്നു വന്നിരുന്ന അവരുടെ എതിർപ്പുകൾ അതിൽ നിന്ന് പ്രതിഫലിക്കുന്നതാണ് ഇത്. പക്ഷേ അത് എന്തുകൊണ്ട് എത്രമാത്രം വ്യാപ്തിയുണ്ട്, എന്തൊക്കെ ഇനി അനന്തരഫലങ്ങൾ ഉണ്ടാകും എന്നൊന്നും ഇപ്പോൾ പറയില്ലെങ്കിലും ഇത് തീർച്ചയായിട്ടും 9/11 പോലെ തന്നെ, അമേരിക്കയിലെ ആക്രമണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രമാത്രം ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. പക്ഷേ ശ്രീ ടി പി ശ്രീനിവാസൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തരത്തിലുള്ള ആക്രമണങ്ങൾ, പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമാണെന്ന് കരുതാമോ? അതെ, ഫ്രാൻസിലേക്ക് അത് സംഭവിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. മറ്റേ ആ കാർട്ടൂണിന്റെ വന്നപ്പോൾ തന്നെ അതുകൊണ്ട് ഒരു ലിമിറ്റഡ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ്. അവർ അത്രമാത്രം അമേരിക്കയെ പോലെ അത്രമാത്രം മുൻകരുതൽ എടുത്തിരുന്നില്ല എന്ന് നമുക്കറിയാം. ഫ്രാൻസിൽ യാത്ര ചെയ്യുന്നത് അമേരിക്കയിൽ യാത്ര ചെയ്യുന്നത് പോലെ പ്രയാസപ്പെട്ടതല്ല. പോരെങ്കിൽ ഇപ്പോൾ ഈ സിറിയയിലുള്ള അഭയാർത്ഥികൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും തിങ്ങിക്കേറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന അപകടവും ഇതൊന്ന് കാണാവുന്നതായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് ആദ്യം സംഭവിക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സിറിയൻ റെഫ്യൂജീസിനെ പുറത്താക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. കാരണം സിറിയൻ റെഫ്യൂജീസ് ഇപ്പൊ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും ത്രറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വീഡൻ പറയുകയുണ്ടായി, ഇങ്ങനെ പോയാൽ 2-3 മാസത്തിനകം സ്വീഡൻ രാജ്യമല്ലാതാകും എന്ന് വരെ അവർ പറയുന്നു. അത്രമാത്രം സ്ട്രെയിൻ ആണ് ഈ റെഫ്യൂജി പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പൊ ഇതും റെഫ്യൂജി പ്രോബ്ലമായിട്ട് ബന്ധം കാണാം. ഒരുപക്ഷെ ISIS-ന്റെ ആഗ്രഹവും ഈ റെഫ്യൂജീസിന് യൂറോപ്പിൽ അഭയം കൊടുക്കരുത് എന്നുമായിരിക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന വളരെ സങ്കീർണമായ ഒരു വികാസമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഫ്രാൻസ് അങ്ങനെ ഉള്ള തീരുമാനങ്ങളിലേക്ക് പോയാൽ അതിനുള്ളൊരു പിന്തുണ പൂർണ്ണമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. തീർച്ചയായും ഉണ്ടാകും. ഇപ്പൊ യൂറോപ്പിൽ അതൊരു വലിയ പ്രശ്നമായി തന്നെ ഇരിക്കുകയാണ്. അവർക്ക് അവരുടെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് എപ്പോഴും ഉണ്ട്. യൂറോപ്പ് എല്ലാ കാലത്തും അഭയാർത്ഥികളുടെ കാര്യത്തിൽ വളരെ സംയമനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. പല രാജ്യങ്ങളിലും, ഓസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവരെ സ്വീകരിക്കുകയായിരുന്നു. അപ്പൊ പക്ഷെ അത് ഇപ്പോൾ സഹിക്കാൻ വയ്യാത്ത നിലയിലേക്ക് പോവുകയാണ്. സിറിയയിൽ യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഇവർ തിരിച്ചു പോകും എന്നുള്ളതിന് യാതൊരു തീർച്ചയില്ല. അപ്പോൾ ഈ റെഫ്യൂജീസിൽ ആരൊക്കെയാണ് വരുന്നത്, ഏത് തരത്തിലുള്ള ആളുകളാണ് വരുന്നതിനെ പറ്റി അവർക്ക് ഇപ്പോൾ വളരെയധികം ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ കാണും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന റെഫ്യൂജീസ് ഉണ്ടാകുന്ന ഒരു വലിയ സെറ്റ് ബാക്ക് ആയിരിക്കും എന്ന് തോന്നുന്നു. വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്.